ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാക്ചാതുര്യവും ഭാഷാ പരിജ്ഞാനവും കൂടാതെ ഞൊടിയിടയിൽ ഒരു വിഷയത്തെക്കുറിച്ച് മധുരമായി സംസാരിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അത് ഒരു 9ാം ക്ലാസ്സുകാരനെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് അതിലും വലിയ കാര്യമല്ലേ? അങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു മിടുക്കനെ ഇനി പരിചയപ്പെടാം. ശാസ്ത്ര സെമിനാറിൽ പങ്കെടുക്കാൻ ദേശീയ തലത്തിലേക്ക് ഒറ്റപ്പാലം NSS KPTയിൽ നിന്നും ഒരു കൊച്ചുമിടുക്കൻ തയ്യാറാവുകയാണ്. ഒറ്റപ്പാലം സ്വദേശി കൂടിയായ ഋഷികേശിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഋഷികേശിനോട് തന്നെ ചോദിക്കാം. ഇതാണ് ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ കഴിവുകൾ തെളിയിച്ച കൊച്ചുമിടുക്കൻ ഋഷികേശ്. കാണുന്ന പോലെ ചെറുതല്ല ഋഷികേശിന്റെ കഴിവുകൾ. കുട്ടികൾക്കിടയിൽ പറയുന്ന പോലെ അറിവിന്റെ ഭണ്ഡാരമാണ് ഈ കാണുന്ന ഋഷികേശ്. അടുത്ത ദിവസങ്ങളിലായി ഋഷികേശ് ഒരു ബാംഗ്ലൂർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ആ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ഋഷികേശ് തന്നെ പറഞ്ഞു തരും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് മ്യൂസിയത്തിൻ്റെ നേതൃത്വത്തിൽ ക്വാണ്ടം ഏജ് ബിഗിൻസ് പൊട്ടൻഷ്യൽസ് ആൻഡ് ചാലഞ്ചസ് എന്ന വിഷയത്തിൽ സയൻസ് സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു. ഓരോ വർഷം വിഷയങ്ങൾ വേറെയാണ്. ഈ വർഷം ഈ ഒരു വിഷയത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. BITM ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ട് അതിൻ്റെ ദേശീയതലം നടക്കുന്നുണ്ട്. കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ വെച്ച് നടന്ന അതിൻ്റെ സംസ്ഥാന തലത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതുവഴി ഈ നാഷണലിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അതിൽ ഞാൻ ഏറെ പ്രൗഡാണ്. അതേപോലെ തന്നെ എനിക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നുള്ളൊരു എക്സൈറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നിസ്സാരക്കാരനല്ല ഋഷികേശ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ റെക്കോർഡ് കരസ്ഥമാക്കിയ മിടുക്കനാണ് ആള്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് കിട്ടുന്നത്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് IBRൽ എനിക്കൊന്നൊരു റെക്കോർഡ് കിട്ടി. 195 രാജ്യങ്ങളുടെ പേര്, തലസ്ഥാനം, കറൻസി, ലാംഗ്വേജ് എന്നിവ 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ടാണ് എനിക്കെന്ന റെക്കോർഡ് കിട്ടിയത്. പിന്നീട് 6ാം ക്ലാസ്സിൽ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നൊരു ഉജ്ജ്വലബാലൻ പുരസ്കാരം ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. അന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇന്നും അത് ഒരു ലൈഫ് ലോങ് അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടാതെ അധ്യാപകരും കൂട്ടുകാരും നൽകുന്ന പിന്തുണ ചെറുതല്ല എന്നാണ് ഋഷികേശ് പറയുന്നത്. എല്ലാവരും ഏറ്റവും മെയിനായിട്ട് എൻ്റെ അച്ഛനും അമ്മയാണ്. ഏതൊരു പരിപാടിയാണെങ്കിലും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് മനസ്സിലാവുന്നതാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അച്ഛനും അമ്മയും പറഞ്ഞു തരും. അതേപോലെ ഇപ്പോൾ തന്നെ ഒരുപാട് പരിപാടികൾ നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഹെൽപ്പ് വഴിയാണ്. അതിലുപരി ടീച്ചേഴ്സ്, ഇതിൻ്റെ ഒരു അക്കാഡമിക് വശം നമുക്കതിൽ പെർഫോം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ടീച്ചറുടെ ഒരു ഹെൽപ്പ് അനിവാര്യമാണ്. ടീച്ചറുടെ സപ്പോർട്ട്, അത് എല്ലാ കാര്യത്തിലും ടീച്ചർമാർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ ഫ്രണ്ട്സാണ്. ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും അവർ ഓൾ ദി ബെസ്റ്റ് പറയും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതെപ്പോഴും ഒരു സപ്പോർട്ടാണ്. അമ്മയും കേരള സിലബസും ഋഷികേശിന്റെ ഭാഷാ വളർച്ചയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ട വൊക്കാബുലറി ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഈ ഒരു സ്റ്റേറ്റ് സിലബസിൽ വന്ന ശേഷമാണ്. അതിനുശേഷം ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ ഓരോ പ്രസംഗങ്ങൾ പറഞ്ഞും അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടൊക്കെയാണ് ശൈലി ഉണ്ടാക്കിയത്. എന്ന് മാത്രമല്ല അമ്മ എല്ലായ്പ്പോഴും ഞങ്ങളോട് ഓരോ ദിവസം ഓരോ പ്രസംഗങ്ങൾ പറയാൻ പറയും. ഒരു വിഷയം തരും, ഒരു 5-10 മിനിറ്റ് ആലോചിക്കും, അത് കഴിഞ്ഞ് പറയാം. എത്ര കാഷ്വൽ ആയാലും വേണ്ടിയില്ല, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് പറയാൻ അമ്മ പറയും. അങ്ങനെയാണ് ഈ ഒരു ഭാഷാശൈലി ഉണ്ടാക്കിയത്. സ്കൂളിന്റെ അഭിമാനമാണ് ഋഷികേശ് എന്നാണ് NSS KPT പ്രധാന അധ്യാപിക രാധികയുടെ അഭിപ്രായം. ഞങ്ങളുടെ ഏറ്റവും അഭിമാന താരമാണ്. ഏത് ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് വെച്ചാലും അതിലെല്ലാം സമ്മാനങ്ങൾ വാങ്ങി വരുന്ന മിടുമിടുക്കൻ. സമ്മാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ്, ഭാസ്കരാചാര്യ സെമിനാർ, മാത്സ് സെമിനാർ പോലുള്ളതിലൊക്കെ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് കഴിഞ്ഞ തവണ വാങ്ങി വന്നിട്ടുള്ള മിടുക്കനാണ്. ശുഭാംശു ശുക്ലെ പോലുള്ളവരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷന് വരെ സെലക്ട് ചെയ്യപ്പെട്ട കുട്ടിയാണ്. അത്രയും മിടുക്കനായിട്ടുള്ള ഞങ്ങളുടെ ഋഷികേശിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒറ്റപ്പാലം മയിലുംപുറം പുതിയടത്ത് വീട്ടിൽ ജയഗോവിന്ദൻ, രജനി KP എന്നിവരുടെ മകനാണ് ഋഷികേശ്. വളർന്നു വരുമ്പോൾ എന്തായി തീരണമെന്ന ഋഷികേശിന്റെ ആഗ്രഹവും വേറിട്ടതാണ്. പറഞ്ഞ സയൻസ് സെമിനാർ കഴിഞ്ഞ വർഷം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ AI ആയിരുന്ന വിഷയം. ഈ വർഷം ക്വാണ്ടം ഫിസിക്സ് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ക്വാണ്ടം ഫിസിക്സ് എന്നുള്ള
സബ്ജക്റ്റ് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. കാരണം ഇത്ര ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ്. മെയിനായിട്ട് എനിക്ക് ഈ ഒരു ക്വാണ്ടം ഫിസിക്സും അതേപോലെ കമ്പ്യൂട്ടർ സയൻസും ഇഷ്ടം. അപ്പോൾ ഞാൻ രണ്ടിനെ ഒരുമിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഭാവിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്നാണ് എൻ്റെ ആഗ്രഹം. വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും പ്രചോദനമാവട്ടെ ഋഷികേശ് എന്ന് നമുക്കും ആശംസിക്കാം.